കശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കശ്മീരികൾക്ക് പിന്തുണ നൽകുന്നതിനായി പാകിസ്ഥാൻ നടത്തുന്ന വാർഷിക പരിപാടിയായ കശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ മുസാഫറാബാദിൽ പാക് അധിനിവേശ കശ്മീർ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി അറിയിച്ചത്. UN നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുകയും സംഭാഷണം ആരംഭിക്കുകയും ചെയ്യണമെന്നാണ് ഷെരീഫ് ആവശ്യപ്പെട്ടത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ ഒപ്പുവെച്ച 1999 ലാഹോർ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിരിക്കുന്നതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഷളായ ബന്ധം പരിഹരിക്കാനുള്ള ഏകമാർഗം സംഭാഷണമാണ്. മുന്നോട്ടു പോകാനുള്ള ഏകമാർഗം സമാധാനമാണ്. UN പ്രമേയത്തിന് കീഴിലുള്ള സ്വയം നിർണയാവകാശം മാത്രമാണ് കശ്മീർ പ്രശ്നത്തിനുള്ള ഏക പരിഹാരമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ജമ്മു കശ്മീരും ലഡാക്കും രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി തുടരുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് രാജ്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നേരത്തെ വഷളായിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളലുമുണ്ടായി. കശ്മീർ പ്രശ്നം UN വീണ്ടും പാകിസ്ഥാൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിനെതിരെ ഇന്ത്യ ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ്. കശ്മീർ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താനാവുകയും ചെയ്തു. സാമ്പത്തികമായി തീരെ പാപ്പരായ പാകിസ്ഥാൻ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവർ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ അഫ്ഗാനിലെ താലിബാൻ പോലും ഇപ്പോൾ തിരിച്ചടിച്ചു തുടങ്ങി. ഇതിനൊപ്പം രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുമാണ്. ഇതൊക്കെയാകാം ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. 2019 ഓഗസ്റ്റ് 5 ചിന്തയിൽ നിന്ന് ഇന്ത്യ പുറത്തുവരണം, ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ഒരു സംഭാഷണം ആരംഭിക്കുകയും വേണമെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ പരാമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ജമ്മു കാശ്മീരിലും ലഡാക്കും എന്നേക്കും രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നുവെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഇന്ത്യ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ ഉഭയകക്ഷി ബന്ധങ്ങൾ തകർന്നു. 1999 ലാഹോർ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിരിക്കുന്നതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഷളായ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏകമാർഗം ചർച്ചയാണെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ ഒപ്പുവെച്ചതായിരുന്നു ഈ പ്രഖ്യാപനം. ഭീകരത, ശത്രുത, അക്രമം എന്നിവയില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ പാകിസ്ഥാനുമായി സാധാരണ അയൽപക്ക ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ആയുധങ്ങൾ ശേഖരിക്കുകയാണെന്ന് ആരോപിച്ച ഷെരീഫ് അത് മേഖലയിൽ സമാധാനം കൊണ്ടുവരില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യ ബുദ്ധിയുള്ളവരായിരിക്കണമെന്നും മുന്നോട്ടു പോകാനുള്ള ഏകമാർഗം സമാധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയപ്രകാരമുള്ള സ്വയം നിർണയാവകാശം മാത്രമാണ് കശ്മീർ പ്രശ്നത്തിലുള്ള ഏക പരിഹാരമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ പലതവണ കശ്മീർ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി പ്രശ്നമായി വിഷയം കണക്കാക്കുന്ന വിശാലമായ UN അംഗത്വം നേടുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടുവെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. കൂടാതെ ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ചർച്ച മാത്രമാണ് പോംവഴിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.